ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി ഇംഗ്ലീഷ് ബൈ മീര. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇംഗ്ലീഷിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സേ ആൻഡ് ടെൽ. സേയും ടെല്ലും സെയിം തന്നെയല്ലേ എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണണം. കാരണം സേയും ടെല്ലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അതിൻ്റെ യൂസേജിലും ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വേഗം ഒന്ന് നോക്കാം. സേ ഓർ സെഡ്. ഇനി അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കൂ. ഷി സെഡ് ദാറ്റ് ഷി വിൽ കം ലേറ്റ്. അവൾ പറഞ്ഞു ദാറ്റ് ഷി വിൽ കം ലേറ്റ്. ഇവിടെ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? വാട്ട് ഇസ് സ്പോക്കൺ, എന്ത് സംസാരിച്ചു എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത്. ആരോട് പറഞ്ഞു എന്നുള്ളത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ പറയാം അത് ആരോട് പറഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ പറയാതിരിക്കാം. രണ്ടിനുമുള്ള ഓപ്ഷൻ സേ ഓർ സെഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ട്. ഇനി സെഡ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ടു എന്നും കൂടെ ചേർക്കേണ്ടതാണ്. സെഡ് ടു മീ ദാറ്റ് ഷി വിൽ കം ലേറ്റ്. ഷീ സെഡ് മീ ദാറ്റ് ഷി വിൽ കം ലേറ്റ് എന്നുള്ളത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. സോ ഷീ സെഡ് ടു എന്നുള്ളത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ടെൽ ഓർ ടോൾഡ്. എക്സാമ്പിൾ ഒന്ന് നോക്കൂ. ഷീ ടോൾഡ് മീ ദാറ്റ് ഷി വിൽ കം ലേറ്റ്. അവൾ എന്നോട് പറഞ്ഞു ദാറ്റ് ഷി വിൽ കം ലേറ്റ്. ഇവിടെ ടെൽ ഓർ ടോൾഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോട് പറഞ്ഞു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ത് പറഞ്ഞു എന്നതിനേക്കാളും ഉപരി ആരോട് പറഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ ഫോക്കസ്. ഷീ ടോൾഡ് ടു മീ എന്നുള്ളത് റോങ് യൂസേജ് ആണ്. ടോൾഡിന് ശേഷം നമ്മൾ ടു എന്നുള്ള വാക്ക് യൂസ് ചെയ്യില്ല, അത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. സോ എന്താണ് മെയിൻ ഡിഫറൻസ്? സേ എന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വേർഡ്സിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. എന്താണ് പറഞ്ഞത് എന്നാണ് ഇമ്പോർട്ടൻറ്റ്. ടെൽ എന്ന് പറയുമ്പോൾ ആരോട് പറഞ്ഞു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾസ് നോക്കാം. ടെൽ, പ്ലീസ് ടെൽ ഹിം ദ ന്യൂസ്. ഷീ ടോൾഡ് മീ ദ ട്രൂത്ത്. ഹി ടോൾഡ് ഹെർ എ സ്റ്റോറി. Said, he said that he is tired. She said the truth to me. He said that he needs money.